നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കാലത്ത് യുവതി യുവാക്കൾക്ക് ഒരു നോ പോലും പറയാൻ കഴിയുന്നില്ല. ഒരു പെൺകുട്ടിക്ക് നോ പറഞ്ഞാൽ സിനിമയിൽ പോലും ആക്രമിക്കപ്പെടുന്ന രംഗങ്ങളാണ് കാണേണ്ടി വരുന്നത്. രക്തബന്ധങ്ങൾക്ക് വില നൽകുന്നില്ല എന്നാണ് കൊല്ലത്തെ കൊലപാതകത്തെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞത്. ഏറെ നാളായി പ്രണയിച്ചു നിന്ന പെൺകുട്ടി ഒടുവിൽ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി വിവാഹം ഉറപ്പിക്കുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് ആ പെൺകുട്ടി നോ പറയുന്നു. പിന്നാലെ നടക്കുന്നത് ഒരു അരുംകൊലയായിരുന്നു. സത്യം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു 6:45 കൂടി നമ്മൾ എല്ലാവരും കേട്ട വാർത്ത എന്ന് പറയുന്നത് അരുംകൊല. അതായത് ആരെ കൊന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ല. ഒരു പർദ്ദ ധരിച്ച ഒരു യുവാവ്, ഒരു അജ്ഞാതൻ വീട്ടിൽ കയറി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നു. പിന്നാലെ തന്നെ മരണം സ്ഥിരീകരിക്കുന്നു. ആ യുവാവിന് മാത്രമല്ല അച്ഛനെയും ഇത് സമാനമായ രീതിയിൽ ആക്രമിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ്. സത്യത്തിൽ ഇപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി കുടുംബത്തോടൊപ്പം ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ? കാരണം നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുമൊക്കെ അത് സംഭവിക്കുമോ എന്ന് അറിയാതെ പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കാരണം അങ്ങനെയുള്ള തൊട്ടടുത്ത് തിരുവനന്തപുരത്തായിക്കോട്ടെ, വെഞ്ഞാറമൂട് ആയിക്കോട്ടെ, കൊല്ലത്തായിക്കോട്ടെ, ഇപ്പോൾ അടുത്തോ ദൂരെയോ എന്നല്ല, എവിടെ ആയിരുന്നാലും സന്തോഷത്തോടു കൂടി സാധാരണക്കാരായ ഉള്ളവർ ജീവിച്ചിരുന്ന കുടുംബത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തന്നെ കൊലയാളികളായി മാറുന്നത്. ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഇപ്പോൾ വെള്ളറടയിൽ നടന്ന അച്ഛനെ കൊലപ്പെടുത്തിയ ആ കൊലപാതക പ്രജിൻ എന്ന വ്യക്തി, ആ ഒരു യുവാവിനെ നോക്കട്ടെ, അഫ്വാനെ നോക്കട്ടെ, ഇപ്പോഴത്തെ തേജസിനെ നോക്കട്ടെ, ഇവർക്ക് ആർക്കും തന്നെ മുൻപ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇത്തരത്തിൽ കൊലപാതകം നടത്തിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണല്ലേ. അവർ ആദ്യം കൊല്ലുന്നത് തന്നെ, അതും അരുംകൊല നടത്തുകയാണ്. ഒന്ന് എന്താ പേടിപ്പിക്കുകയൊന്നും അല്ല ചെയ്തത്. വെട്ടി ഏകദേശം 28ഓളം വെട്ടല്ലേ ആ അച്ഛന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഫ്വാൻ ചുറ്റിയെ കൊണ്ട് കണ്ണ് തെറിപ്പിച്ചു പോകുന്ന തരത്തിലുള്ള അടിയാണ് നടത്തിയത്. ഇവിടെ അതുപോലെ 6 പേരെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ 5 പേര്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഈ മരണപ്പെട്ട ആ 23 വയസ്സുകാരന്റെ മൃതശരീരം കണ്ടവരൊക്കെ തന്നെ പറയുന്നു, അല്ലെങ്കിൽ അതേ ആ ഒരു പയ്യൻ ആ വേദന കൊണ്ട് മരിച്ചു കിടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഹൃദയഭാഗത്ത് 2 ഇടങ്ങളിലാണ് മാരകമായ മുറിവുള്ളത്. അത്രയും ആഴത്തിലുള്ള മുറിവുള്ളത് എന്നുള്ളതാണ്. രക്തം വാർന്നൊഴുകി പേടിച്ച് നിലവിളിച്ച്, എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ള വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒക്കെ ഓടിച്ചു കിട്ടുന്ന ആ തുച്ഛമായ തുകയിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ പഠിച്ചു മുന്നേറിയ ഒരു 23 വയസ്സുകാരനാണ് ഇപ്പോൾ തന്റെ സഹോദരിയുടെ പ്രണയബന്ധം തകർന്നതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. തീർച്ചയായും ആ പിതാവ് പോലും ഒരു ഹൃദയ സംബന്ധമായ രോഗമുള്ള പിതാവാണ്. ആ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഇല്ലെന്ന് തന്നെയാണ് അയൽവാസികളും പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയുടെ, ഇപ്പൊ ബാങ്കിൽ ജീവനക്കാരിയെ കഴിയുന്ന ആ പെൺകുട്ടിയുടെ വരുമാന മാർഗമായിരുന്നു ഏക ആശ്രയം. അപ്പോൾ പിതാവിന്റെ ചികിത്സയുടെ ഭാഗം, ആ വീട്ടിലേക്കുള്ള ചെലവുകൾ, അനിയന്റെ പഠനം, അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കഷ്ടതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലാണ് എല്ലാം തകർത്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അരുംകൊല. ഇപ്പൊ പിതാവ് പോലും ഗുരുതരാവസ്ഥയിലാണ് കിടക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിൽ നമുക്ക് എത്രത്തോളം ആ പിതാവ് തന്നെ തരണം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ആ അമ്മയും ആ പിതാവും ഒക്കെ ആ മകനെ നഷ്ടപ്പെട്ട വേദന തന്നെയായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു മറ്റു അയൽവാസികൾ പറയുന്ന അവർ തമ്മിൽ ആ 4 പേർ തമ്മിലുള്ള ആ ആത്മബന്ധം അല്ലേ, നല്ല ബോണ്ടിങ് ഉണ്ടെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇവരുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, അതായത് ഈ കൊലപ്പെടുത്തിയ തേജസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ ഫെബിന്റെ സഹോദരിയും +2 ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്നത്. ആ സമയത്താണ് ഇവരുടെ ബന്ധം കൂടുതൽ ദൃഢമായപ്പോഴേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോ ഇവരുടെ ബന്ധം ശരിക്കും പറഞ്ഞാൽ ആദ്യം അറിയുന്നത് ആ വീട്ടുകാരാണ്. അപ്പോൾ ആ അമ്മ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു അന്യമതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാകുമോ എന്നാണ് ആ അമ്മ ചോദിക്കുന്നത്. അതായത് നീ ഇപ്പോൾ സ്നേഹം തുടങ്ങിയിട്ട് ഒരു പക്ഷെ അവസാനം വിവാഹമൊക്കെ ആകുമ്പോഴേക്കും നീ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ആയിരിക്കണം നൽകിയിട്ടുണ്ടാവുക. അതെ, പക്ഷേ ഇവരുടെ ആ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ഈ പെൺകുട്ടിയും ഈ യുവാവും കൂടെ ബാങ്ക് പരീക്ഷയ്ക്ക് ഒരുമിച്ചാണ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ എക്സാം ടൈമിൽ പോലും, ഇന്റർവ്യൂ ടൈമിൽ പോലും തേജസ് തന്നെയായിരുന്നു ബാങ്കിലേക്ക് കൊണ്ടുപോയത്. ഇന്റർവ്യൂല് ഈ പെൺകുട്ടിക്ക് പാസ്സായെങ്കിലും തേജസ് ഫെയിൽ ആവുകയായിരുന്നു. ഈ പോലീസിന്റെ കായിക ക്ഷമതാ പരിശോധനയിലും ആ പരീക്ഷയിലും
തോൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഇതിന്റെ പേരിൽ ചില പിശകുകളൊക്കെ രണ്ടുപേരും തർക്കം തുടങ്ങി, രണ്ടുപേരും തമ്മിൽ ചെറിയൊരു അകൽച്ചയൊക്കെ വന്നു തുടങ്ങി. ഏറ്റവും അവസാനം നമുക്കറിയാം, ഇത്രയും വലിയൊരു ക്രൈം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രതിയുടെ ഉള്ളിൽ ഒരു സൈക്കോ മൈൻഡ് ചിലപ്പോ അതൊക്കെ ആ പെൺകുട്ടിക്ക് പ്രകടമായി കണ്ടു തുടങ്ങിയപ്പോഴായിരിക്കാം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നൊരു തോന്നൽ വന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ തേജസിന്റെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് തേജസിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഏതൊക്കെ ആയിക്കോട്ടെ, ഒരു നിമിഷം എന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ് എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കണ്ട കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മറന്നുകൊണ്ട് അവളെയും ഇല്ലാതാക്കാനാണ് ശരിക്കും തേജസ് ശ്രമിച്ചത്. ആ പെൺകുട്ടിയുടെ ജീവന്റെ എന്തോ ഒരു ആയുസിന്റെ ബലം കൊണ്ട് എന്തോ ഒരു ദൈവ സഹായിച്ച കുട്ടിയൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് വീട്ടിൽ ഹോണിംഗ് ബെൽ അടിച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറി വരുന്ന തേജസിനെയാണ് ആ വീട്ടിലെ അമ്മ കണ്ടത് എന്നല്ല. അവർക്ക് അപ്പോഴും പ്രതി ആരാണെന്ന് അറിയില്ല, ധരിച്ചുകൊണ്ടാണ് എത്തിയത്. പക്ഷെ പറയുന്ന ഒരു വെളുത്ത മുഖം, വെളുത്ത ശരീരപ്രകൃതമുള്ള ഒരാളാണ്. കാരണം പെട്ടെന്ന് ഇത് ആരാണെന്നുള്ളൊരു ഇതാണ്. കാരണം അവരുടെ ഈ ഒരു ബന്ധം, ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് കുട്ടിയെങ്കിൽ ബാങ്ക് പരീക്ഷ ഒരു 6 മാസം മുമ്പേ ആയിരിക്കണം. അപ്പോൾ അതിനു മുൻപേ ഒക്കെ തന്നെയാണ് ഈ വീട്ടിൽ വിവാഹാലോചനയ്ക്ക് വന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷം ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമ്പോൾ ആ അമ്മയ്ക്ക് സത്യത്തിൽ ആരാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ പോലുള്ള സമയം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആ പയ്യനെ നമുക്ക് ന്യായീകരിക്കണം എന്നുണ്ട്. പക്ഷെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കും പോലെ ആയിപ്പോവില്ലേ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവനും ഒരു കുടുംബമുണ്ട്, അവനും ഒരു അവനെയും അവന്റെ ആഗ്രഹങ്ങളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെയല്ലേ വീട്ടിൽ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിവാഹത്തിന് അവർ സമ്മതിച്ചത്. എങ്കിൽ പോലും ഇരു വീട്ടിലും സമ്മതം കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാന്റെ കേസ് എടുത്താൽ തന്നെ ഫർസാനയുമായിട്ട് ഭയങ്കര സ്നേഹം തന്നെയായിരുന്നു. ഫർസാനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് പോലും ഉമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ ഫർസാന അഫാന്റെ കടങ്ങൾ കാരണം ഒരു മാല കൊടുക്കുന്നു. അപ്പൊ ഈ മാലയെ ചൊല്ലിയുള്ള ഒരു വൈരാഗ്യമാണ്, അത് ചോദിച്ചു എന്നാൽ തോന്നിയ ഒരു വൈരാഗ്യമാണ് അതിക്രൂരമായിട്ട്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈശാചികമായിട്ട് ആക്രമിക്കപ്പെട്ടത് പോലും ഫർസാനയായിരുന്നു. അപ്പോ ഒരു നിമിഷം കൊണ്ട് ഒരു പക എത്രത്തോളം വലിയൊരു പ്രണയ ബന്ധത്തെയായിരുന്നാലും തകർത്തെറിയാൻ കഴിയുമെന്നത്. ഫർസാനെ കുറിച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ഫർസാന അക്ഷരാർത്ഥം നമ്മൾ പറയുന്ന പോലെ തന്നെ യഥാർത്ഥ പ്രണയിനിയായിരുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടറിയുന്ന ഈ അഫാന്റെ വായി കൊണ്ട് തന്നെ നമ്മൾ കേട്ടറിഞ്ഞ പല കാര്യങ്ങൾക്കും വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ. അതായത് അഫാൻ ഇത്രയും കടമായി വലിയ ദാരിദ്ര്യത്തിൽ വലിയ രീതിയിലുള്ള, ഇനി ഈ ഫർസാനയോട് ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇനി അമ്മയുടെ ചികിത്സ സഹായമായിട്ട് പണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടായിരിക്കാം ഒരു പക്ഷെ അവൻ ഈ മാല ഉണ്ടാവുക. ചിലപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ മാല നൽകിയിട്ടുണ്ടാവുക. എന്തൊക്കെ തന്നെ ആയാലും വീട്ടിൽ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും വഴക്ക് പറയും, അത് വലിയ പ്രശ്നമാകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഈ ഫർസാന അതെല്ലാം അവന് വേണ്ടി നൽകുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഈ ഫർസാന മാല ചോദിക്കുന്നതും. അത് മാത്രം എന്തുകൊണ്ട് അവൾ എന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ എന്തുകൊണ്ട് അവൾ എന്നോട് ഇത് ചോദിച്ചു? ഇത് തന്നെയായിരുന്നു പകയ്ക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ എന്താണ് ഒരു ജോലിയായി, അവളിപ്പോ വലിയ വലിയ ഫെഡറൽ ബാങ്കിൽ ജോലിയിലിരിക്കുന്നു, വലിയ അധ്വാനിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്റെ സ്നേഹമൊക്കെ ഇനി ആര് കാണും, ഇനി അവർക്ക് പുതിയ ആലോചനകളായി. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ആലോചന വന്നിരുന്നു, പിന്നെ അത് ഇവർ തമ്മിലുള്ള ആലോചനയ്ക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചുവെങ്കിൽ പോലും ഇയാളുടെ സ്വഭാവം കാരണമായിരിക്കണം പിന്മാറിയിട്ടുള്ളത്. കാരണം ഈ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തലൊക്കെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കണം മാറുന്നത്. പക്ഷെ മാർച്ച് 9 പെൺകുട്ടിക്ക് വേറൊരു ഏപ്രിൽ 9, അടുത്ത മാസം 9-ാം തീയതി ഈ പെൺകുട്ടിക്ക് വേറൊരു വിവാഹ നിശ്ചയം നടക്കാനിരിക്കുകയായിരുന്നു. ആ വിവാഹ നിശ്ചയം നടക്കാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാമോ അത് ചെയ്യാനാണ് സത്യത്തിൽ തേജസ് ഫെബിനെ കൊല്ലാൻ വരെ തയ്യാറായിട്ടല്ലേ. അല്ല, ഈ പെട്രോളുമായിട്ട് വരുന്നത് ഒന്നുകിൽ ആ സമയം പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തി താൻ ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് വരുന്നത്. പക്ഷെ അവൾ എവിടെയെന്ന ചോദ്യത്തിന് അവളില്ല എന്ന് മറുപടി പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ ആക്രമിക്കാനായിട്ട് പെട്രോൾ വീടിനുള്ളിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നുകിൽ ആ വീട് കത്തിക്കാൻ പോലും തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഫെബിൻ പുറത്തേക്ക് ഓടി വരുന്നത്. അപ്പോ ഫെബിനെ തൊട്ടടുത്ത് അവർ പേരയ്ക്ക കഴിക്കുകയായിരുന്നു. ആ സമയം ഉപയോഗിച്ചിരുന്ന കത്തി എടുക്കുന്നു, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, പിതാവ് തടയാനെത്തുമ്പോൾ പിതാവിനെയും ആക്രമിക്കുന്നു. അപ്പോ ഏതു തരത്തിലും ഈ വിവാഹബന്ധം അല്ലെങ്കിൽ ആ വിവാഹ നിശ്ചയം അവിടെ ഇല്ലാതാക്കണമെന്നൊരു ലക്ഷ്യത്തോട് തന്നെയാണ്, ആ ലക്ഷ്യത്തോടെ തന്നെയാണ് ആ പ്രതി ആ സമയം അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും ആ പെൺകുട്ടിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ കുടുംബത്തിന് ഇനി ആ താങ്ങായിട്ട് ആ പെൺകുട്ടി മാത്രമേ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോ വീടെന്ന് പറയുമ്പോൾ ആ 4 പേരും ഒന്നടങ്കം
ഒരുമിച്ച് സന്തോഷിച്ച് കഴിഞ്ഞതാണെങ്കിൽ ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ അനിയനെ ആയിരിക്കും. അവൻ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കോളേജ് ഈ ഫാത്തിമ മാത കോളേജിലാണ് പഠിക്കുന്നത് കൊല്ലത്തെ. ഏറ്റവും നന്നായി പഠിക്കുന്ന ബികോം വിദ്യാർത്ഥിയാണ്. അത് എല്ലാവരും ഒന്നടങ്കം അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ അതായത് ഈ ഫെബിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ നിരവധി ആളുകൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്നു. ഇക്കാലത്ത് എത്ര കുട്ടികൾ അങ്ങനത്തെ രീതിയിൽ തയ്യാറാകും? അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കൊലപാതകങ്ങളും, അതായത് ഞെട്ടലോട് കൂടിയാണ് നമ്മൾ ഓരോ വാർത്തയും കേൾക്കുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണ്, കളിക്കാൻ വിടാൻ ഭയമാണ്. ഒരു അറിഞ്ഞൂടാത്ത അല്ലെങ്കിൽ അറിയാവുന്നവരെ പോലും ഒരു യുവതിയോട് പുറത്തേക്ക് വിടാൻ നമുക്ക് ഭയമാണ്. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു അങ്കിളിനോട് പുറത്തേക്ക് വിടാൻ ഭയമാണ്. അങ്ങനെ ഭയന്ന് നമ്മൾ എല്ലാവരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തയും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മയെ മദ്യലഹരിയിൽ വന്ന മകൻ പീഡിപ്പിച്ചു എന്ന വാർത്ത, അതും കിടപ്പ് രോഗിയായ അമ്മയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും താങ്ങില്ലാത്ത തണലില്ലാത്ത ഒരു അമ്മയാണ്, മകനാണ്, അല്ലെങ്കിൽ അതെ അമ്മയെ പീഡിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നത്. അത്തരത്തിൽ നമ്മൾ മരവിച്ചു പോകുന്ന ഒരു അവസ്ഥ അല്ലെ. നാളെ എന്താണ് സംഭവിക്കുന്നത്, ആരുടെ മൈൻഡാണ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫെബിൻ മാനസികമായി പ്രണയം തകർന്നപ്പോൾ മാനസികമായി അതീവമായി ഡിപ്രഷനിലോട്ട് പോവുകയും കൗൺസിലിംഗിന് വിധേയമാവുകയും, എന്നാൽ അവിടെ നിന്നൊക്കെ തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയോ വീണ്ടും ഈ ഒരു പക, എനിക്ക് തോന്നുന്നു അവിടെ തിരിച്ചു വരുമ്പോഴും ഈ കല്യാണം ഉറപ്പിച്ചതായിരിക്കാം ഒരു പക്ഷേ ഈ ഫെബിനെ നിശ്ചയം ഉറപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടതോടുകൂടിയാണ് അതായത് തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അഫ്വാൻ എങ്ങനെയാണോ കൊലപ്പെടുന്നത്, അഫ്വാൻ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തലക്കടിച്ചു കൊല്ലുന്നു. ഈ ഷൈനി എന്നത് നിക്കക്കള്ളി ഇല്ലാതെ ജീവിക്കാൻ, നിക്കക്കള്ളി ഇല്ലാതെ മരിക്കാൻ താല്പര്യമില്ല. പക്ഷെ മക്കൾക്ക് താൻ മരിച്ചാൽ മക്കൾ അനാഥമാകുന്ന ഓർത്ത് ഷാനിക്ക് ഒരു തരത്തിലും വീട്ടിൽ നിന്ന് സപ്പോർട്ട് പിന്തുണ എവിടെന്നെങ്കിലും ഒരാളെങ്കിലും അല്ലെ പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ. പക്ഷെ ആ കെയർ ഹോമിലെ വ്യക്തി ഷൈനിയെ നല്ല രീതിയിൽ ജോലിക്കൊക്കെ അവസരം നൽകിയെങ്കിലും സ്വന്തം അച്ഛൻ തന്നെയാണ് അതിനുവേണ്ടി പാരവെച്ചത്. ഞാൻ അവനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, നീ അവിടേക്ക് പോകരുതെന്ന് പറയുന്നു. മാത്രമല്ല കുട്ടികളെ വിലക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് ആ എന്താ പറയാ 3 പെണ്ണുങ്ങളും കൂടെ ഒരു മുറിയിൽ അടഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അവിടെ ചാടി മരിക്കുകയാണ്, ട്രെയിനിൽ ചാടി മരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 2 സംഭവങ്ങളും ഒരുമിക്കുകയാണ് ഇവിടെ. അതായത് തേജസ് വരുന്നു, കൊലപ്പെടുത്തുന്നു, നേരെ ഓടിപ്പോകുന്നു. ആ ഓടിപ്പോകുന്നതിനിടയിൽ വണ്ടിയിൽ ചാടി കയറുമ്പോഴേക്കും വണ്ടി തിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടുകയാണ്. വലിയ ശബ്ദമൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ ആൾക്കാർ മനസ്സിലാകുന്നില്ല. നേരെ വണ്ടി പാഞ്ഞു പോവുകയാണ്. പാഞ്ഞു പോയി നേരെ ട്രെയിനിലാണ് അപകടത്തിൽപ്പെടുത്തിയിട്ടാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത്. സ്വയം മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഒരു പക്ഷെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, താൻ മകൻ ഒരു കൊലപാതകത്തിൽ പ്രതിയായി നിൽക്കുന്നത് അച്ഛൻ താങ്ങാനാകില്ല എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെന്ന് കരുതിയ മകൻ തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു 2 കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും. ഇനി അവർക്ക് എപ്പോഴെങ്കിലും സന്തോഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു വീട്ടിൽ. അതായത് കാരണം ഒരുപക്ഷെ ഈ 2 വീടും ഒരുമിച്ച് വിവാഹം നടത്തുവാനും സന്തോഷിക്കുവാനും ഒക്കെ ഇരുന്ന സമയത്തായിരിക്കണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി പോലെ അവർ കുടുംബത്തിലേക്ക് അംഗീകരിച്ച 2 കുടുംബങ്ങളാണ്. പെട്ടെന്ന് ഒരൊറ്റ ഒരു നോവ് കൊണ്ട് പലതും മാറി മറിഞ്ഞു. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയത് ഭാവിയിൽ അതിനെ പലതരത്തിലും ഈ ഒരു വിഷയം ബാധിക്കും. കാരണം താൻ കാരണമാണ് തന്റെ സഹോദരൻ കൊല്ലപ്പെട്ടത്, തന്റെ അച്ഛൻ ആക്രമിക്കപ്പെട്ടത്, താൻ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയെ മെന്റലി അത് പലതരത്തിലും ബാധിച്ചേക്കാം. കോഴിക്കോട് നിന്ന് വരുന്ന യാത്ര പോലും എങ്ങനെ ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് പേടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഫെബിന്റെ അമ്മ പ്രതികരിച്ചിരുന്നു. അതിന്റെ ശബ്ദ സന്ദേശവും അല്ലാതെ വീഡിയോ ഒക്കെ തന്നെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഏതൊരു കൊലപാതക വാർത്തയായിക്കോട്ടെ, ഇത്തരം ആത്മഹത്യ വാർത്തയായിക്കോട്ടെ, നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഓരോരുത്തരും ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ. അല്ല, ഇതിനിടയ്ക്ക് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വിഷയം, ഈ വിവാഹ നിശ്ചയം നടത്തിയ ആ ചെറുക്കന്റെ വീട്, അതായത് ആ കല്യാണം വരന്റെ വീട്. അപ്പോ ഈ ഇത്തരം ഒരു തരത്തില് തകർന്നിരിക്കുന്ന ആ കുടുംബത്തിന് ഇനി ഒരു കൈത്താങ്ങാകേണ്ടത് അവർ തന്നെയാണ്. അതെ, പെൺകുട്ടിക്കും കൈത്താങ്ങാകേണ്ടത്. ഈ അച്ഛനും അനിയനും ഒക്കെ, ഒന്നിൽ അനിയൻ ഏറ്റവും അവസാന കാലത്ത് ആ വിവാഹ നിശ്ചയം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അപ്പോ തീർച്ചയായിട്ടും ആ യുവാവ് ഈ പെൺകുട്ടിയെ കൈവിടരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായും കൈത്താങ്ങാകേണ്ടത് നിങ്ങൾ തന്നെയാണ്.